നമസ്കാരം. അമേരിക്കൻ ഉപരോധത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പുഷ്പം പോലെ തകർത്തെറിഞ്ഞ് ഇറാന്റെ സൂപ്പർ ടാങ്കർ ഏഷ്യ പസഫിക് മേഖലയിലെത്തി. $220 മില്യൺ വിലമതിക്കുന്ന 19 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായിട്ടാണ് നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുടെ ഹ്യൂജ് എന്ന കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ലോകം മുഴുവൻ നിരീക്ഷിച്ചിട്ടും US നാവികസേനയുടെ കണ്ണുവെട്ടിച്ച് ഇറാൻ നടത്തിയ ഈ നീക്കം വൻ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കപ്പലുകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ നൽകുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം മാർച്ച് 20 മുതൽ ഹ്യൂജ് പ്രവർത്തനരഹിതമാക്കിയിരുന്നു. ശ്രീലങ്കയ്ക്ക് സമീപം വെച്ച് സിഗ്നലുകൾ നിലച്ച കപ്പൽ പിന്നീട് ആഴ്ചകളോളം അപ്രത്യക്ഷമായി. ഉപഗ്രഹങ്ങളുടെയും US നാവികസേനയുടെയും കണ്ണുവെട്ടിക്കാൻ കപ്പലുകൾ സ്വീകരിക്കുന്ന ഡാർക്ക് ആക്ടിവിറ്റി എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റിയത്. ഒടുവിൽ ഇന്തോനേഷ്യയിലെ ലെംബോ കടലെടുക്ക് വഴി തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലേക്ക് കടന്ന കപ്പൽ റിയാവു ദ്വീപ് സമൂഹത്തിന് സമീപം എണ്ണ എത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ഉപരോധം വൻ വിജയമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴാണ് ഈ തിരിച്ചടി. ഏപ്രിൽ 13 ആരംഭിച്ച US നാവിക ഉപരോധം പാളിയെന്നാണ് ഇറാന്റെ അവകാശവാദം. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ മാത്രം തങ്ങളുടെ 52 കപ്പലുകൾ ഉപരോധം മറികടന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ വെളിപ്പെടുത്തുന്നു. എന്നാൽ തങ്ങൾ ശക്തമായി തന്നെ രംഗത്തുണ്ടെന്നാണ് US സൈന്യത്തിന്റെ വാദം. ഉപരോധം തുടങ്ങിയ ശേഷം 41 കപ്പലുകളെ തടയാൻ കഴിഞ്ഞെന്നും ഇതുവഴി ഇറാന് $4.8 ബില്യൺ നഷ്ടം വരുത്തിയെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. എണ്ണ വരുമാനം പൂർണ്ണമായും തടഞ്ഞ് ഇറാനെ മുട്ടുകുത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് ഹ്യൂജ് ടാങ്കറിന്റെ ഈ മാസ് എൻട്രി വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. മാർച്ച് 20 ഇറാനിലേക്ക് പുറപ്പെട്ട ശേഷം ഹ്യൂജ് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം വഴി വിവരങ്ങൾ കൈമാറിയിരുന്നില്ല എന്ന് tankertrackers.com വ്യക്തമാക്കുന്നു. അമേരിക്കൻ ഉപരോധം മറികടന്ന് കുറഞ്ഞത് 52 കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന ഏപ്രിൽ 29 ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളുടെ അവകാശവാദങ്ങളെ ശരിവെക്കുന്നതാണ് കണ്ടെത്തലുകൾ. എങ്കിലും ഉപരോധം ഫലപ്രദമാണെന്നും ടെഹ്റാന് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നും US വാദിക്കുന്നു. ഇറാന് നിലവിൽ എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും സംഭരണശേഷി തീരുന്നതുവരെ എണ്ണ ശേഖരിച്ചു വെക്കാൻ അവർ നിർബന്ധിതരാകുന്നുവെന്നുമാണ് US അവകാശപ്പെടുന്നത്. ഇത്തരത്തിൽ സംഭരണശേഷി പൂർണ്ണമാകുന്നതോടെ ഒടുവിൽ ഉൽപ്പാദനം തന്നെ നിർത്തിവെക്കാൻ ഇറാൻ നിർബന്ധിതമാകുമെന്നും അവർ വാദിക്കുന്നു. അതേസമയം ഇറാന് മേലുള്ള ഉപരോധം തുടരുന്നതിനിടെ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വീമ്പിളക്കിയിരുന്നു. US നേവി ഇപ്പോൾ കടലിൽ ഇടപെടുന്നത് കടൽ കൊള്ളക്കാരെ പോലെയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഒരു കപ്പൽ പിടിച്ചെടുത്ത സൈനിക നടപടിയെക്കുറിച്ച് വിവരിക്കവെയായിരുന്നു ട്രംപ് ഇത്തരം ഒരു പരാമർശം നടത്തിയത്. ഫ്ലോറിഡയിൽ വെള്ളിയാഴ്ച നടന്ന ഒരു റാലിയിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കപ്പലിന് മുകളിൽ വന്നിറങ്ങി അത് കൈക്കലാക്കി. ഞങ്ങൾ ആ കപ്പലും അതിലെ ചരക്കും എണ്ണയും പിടിച്ചെടുത്തു. ഇതൊരു വലിയ ലാഭമുള്ള ബിസിനസ്സാണ്. ഞങ്ങൾ ഒരു പരിധിവരെ കടൽ കൊള്ളക്കാരെ പോലെയാണ്, എന്നാൽ ഞങ്ങൾ തമാശ കളിക്കുകയല്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാനിയൻ അസംസ്കൃത എണ്ണ കടത്തുകയാണെന്ന് ആരോപിക്കപ്പെട്ട് 2 ടാങ്കറുകൾ അമേരിക്കൻ സേന തടഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഇറാൻ ശക്തമായി എതിർപ്പ് അറിയിച്ചിരുന്നു. വാഷിംഗ്ടൺ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചതായി ഇറാൻ കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ കടൽ കൊള്ളയെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ലോകം കടൽ കൊള്ളക്കാരുടെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് എക്സിൽ കുറിച്ച ബഗായി നിയമവിരുദ്ധമായ പിടിച്ചെടുക്കലുകളെ നിയമപരമായി ന്യായീകരണങ്ങൾ നൽകി മറയ്ക്കാൻ US അധികൃതർ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണമായിരുന്നു ട്രംപിന്റെ കടൽ കൊള്ള പരാമർശവും. വെള്ളിയാഴ്ച വരെ 45 കപ്പലുകളെ തങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ടെന്നാണ് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്.